ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനാണ് ഭീഷണിയുണ്ടായത്. ഇതേ തുടർന്ന് സ്കൂളിന് മാനേജ്മെന്റ് 2 ദിവസം അവധി നൽകിയിരിക്കുകയാണ്. മറ്റ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയാണ് അവധിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. നമ്മുടെ സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2ആയിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്. 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു. നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര് നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. ഇതിപ്പോൾ പെട്ടെന്നാണ് ആ പെൺകുട്ടി ഒരാഴ്ച സമയമായിട്ടുള്ളൂ. 7-ാം തീയതി മുതലാണ് പുള്ളിക്കാരി പെട്ടെന്നായിട്ട് മറ്റേ യൂണിഫോം മാറി അവരുടെ റിലീജിയസ് അറ്റയർ ഉപയോഗിച്ച് വരാൻ തുടങ്ങിയത്. അപ്പം നാച്ചുറലി നമ്മുടെ സ്കൂളിൻ്റെ റൂൾസിനെതിരായതുകൊണ്ടും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ യൂണിഫോമിനെതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് അവരോട് സംസാരിച്ചു. ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം, നമ്മളിത് അബൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പേരൻസിനോടൊരു ലെറ്റർ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അവർ അതിൻ്റെ ഫർദറായിട്ട് പോയി ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി എടുത്തു. അതാണ് ഇപ്പം നമ്മൾ ഇതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അതേസമയം ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം എന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് ന്യൂസ് 18 പറഞ്ഞത്. എന്റെ മകള് തുടക്കം മുതല് സ്കൂള് June 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മൾ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വാർത്തയിൽ അപ്ഡേഷൻ വരുന്നത് ഈ ഹിജാബ് വിവാദത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. ലോ ആൻഡ് ഓർഡർ പാലിക്കണം, സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ സ്കൂൾ പ്രവർത്തിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നാളെ മുതൽ സ്കൂള് തുറന്ന് പ്രവർത്തിക്കണം. സ്കൂളിന് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാൻ പോലീസ് തയ്യാറാകണം. ലോ ആൻഡ് ഓർഡർ പാലിക്കണം. അതായത് 2018 ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചിട്ടുള്ള നിയമം, അതായത് സ്കൂളുകൾക്ക് അവരുടെ നിയമങ്ങൾ തീരുമാനിക്കണം. സ്കൂളിനകത്ത് എങ്ങനെ കുട്ടികൾ പെരുമാറണം, കുട്ടികൾക്ക് യൂണിഫോം എങ്ങനെ ആയിരിക്കണം, സ്കൂളിൽ എന്തൊക്കെയാണ് സ്കൂളിൽ പാലിക്കേണ്ടത്, അതായത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിന് തീരുമാനിക്കാം എന്ന് 2018 ഹൈക്കോടതി ഉത്തരവാണ്. അതിനുശേഷം ഇത് മാനേജ്മെന്റ് തീരുമാനിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ, അതായത് അതുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്കൂളിൽ നിന്നും TC വാങ്ങിച്ചു പോകാം എന്നാണ് ഈ സ്കൂളിന്റെ, അതായത് കോടതിയുടെ നിയമം അങ്ങനെയാണ്. 2018 ഹൈക്കോടതി തന്നെ ഉത്തരവ് അങ്ങനെയാണ്. അത് പാലിക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പാരന്റ്സ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു പരാതിയാണ്. ശരിക്കും ഹിജാബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിൽ
മതപരമായിട്ടുള്ള ഒരു അറ്റയർ ധരിക്കണം എന്നുള്ളത് അവരുടെ നിർബന്ധം മാത്രമാണ്. അത് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സ്കൂളിന്റെ ഈ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം പ്രത്യേകിച്ചും കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്. ഈ ഹിജാബ് പറയുമ്പോൾ ശിരോവസ്ത്രം ധരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂളിന്റെ യൂണിഫോമിൽ എങ്ങനെ മുടികെട്ടണം, ഏത് പാറ്റേണിൽ മുടികെട്ടണം എന്നുള്ള കാര്യം വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുന്നില്ല. അത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ യൂണിഫോം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഈക്വൽ എന്നുള്ള ഒരു സമത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ യൂണിഫോമുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ അതാണ് ഞാൻ ആജ്ഞയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ തോമസ് സ്കൂളിന്റെ അഭിഭാഷകയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് രമ്യ, ഇപ്പോൾ കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് നാളെ മുതൽ സ്കൂൾ പ്രവർത്തിക്കണം, അങ്ങനെ സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികളെല്ലാം ബാധ്യസ്ഥരാണ് എന്ന രീതിയിൽ സ്കൂളിന് അനുകൂലമായിട്ടുള്ള കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അല്ലേ? അതെ അതെ അതെ. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അവരുടെ ഒരു ഇടപെടൽ എന്നാണോ? ബേസിക്കലി ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിമല ബിനു അസോസിയേറ്റ്സിന് വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് വിമല ബിനു ആണ് ഈ കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത്. നമ്മൾ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പൊ കോടതി ഇന്നത്തെ ഇന്റർവ്യൂ ഓർഡർ അനുസരിച്ച് നമുക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. സ്കൂളിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും കൊടുക്കണമെന്നും അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്റ്റേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ തൊട്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം. ഒരു കാര്യം കൂടി, അങ്ങനെയെങ്കിൽ ഈ കുട്ടിക്ക് സ്കൂളിൽ വരണമെങ്കിൽ സ്കൂൾ പറഞ്ഞിരിക്കുന്ന ആ യൂണിഫോം ഇട്ട് മാത്രമേ വരാൻ കഴിയൂ. അതല്ല കോടതി പരാമർശിച്ചിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്ന അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പൊ കുട്ടിക്ക് നാച്ചുറലി സ്കൂളിൽ വരണമെങ്കിൽ സ്കൂളിന്റെ അത് കോടതി അത് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്കൂളിൽ ഏത് കുട്ടി വരണമെങ്കിലും സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ നാളെ തൊട്ട് നാളെ സ്കൂൾ തുറക്കും അല്ലേ? നാളെ തൊട്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനായിട്ട് സ്റ്റേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് നാളെ സ്കൂളിന് ഹോളിഡേ കൊടുത്തിട്ടുണ്ട്. നാളത്തെ കഴിഞ്ഞ് അതായത് 15-ാം തീയതി തൊട്ട് സ്കൂളിൽ പരീക്ഷ നടക്കുകയാണ്. അപ്പൊ നാളെ സ്കൂളിലെ പിള്ളേർക്ക് ഒരു സ്റ്റഡി ലീവ് പോലെ ഹോളിഡേ കൊടുത്തിട്ടുണ്ട്. കുട്ടി ഈ കോടതി പറഞ്ഞ സാഹചര്യത്തിൽ നാളെ ഇനി പ്രവർത്തിക്കേണ്ടി വരുമോ? അപ്പോ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആണല്ലോ, അത് അവരുടെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ വെനസ്ഡേ ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുണ്ട്. സ്കൂൾ പറഞ്ഞിരിക്കുന്ന യൂണിഫോം ഇട്ട് തന്നെ ബാക്കി എല്ലാ കുട്ടികളെയും പോലെ സ്കൂൾ മുന്നോട്ട് പോകും. അതുപോലെ പോലീസ് പ്രൊട്ടക്ഷനിലായിരിക്കും സ്കൂൾ പ്രവർത്തിക്കുക. സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവിടെ വരുന്ന ഓരോ കുട്ടികളും സ്കൂളിൽ വരണം എന്നുള്ളതാണ് സ്കൂളിന്റെ നിയമം. കോടതി പറഞ്ഞിരിക്കുന്നത് സ്കൂള് നന്നായി പ്രവർത്തിക്കുവാനും അവിടെ ക്രമസമാധാനം നിലനിർത്തുവാനുമായിട്ട് സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് രമ്യ തോമസ് ആണ് സംസാരിച്ചത്. ഒരിക്കൽ കൂടി ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ രാവിലെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സ്കൂളിലെത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രിൻസിപ്പൽ അടക്കം പറയുന്നുണ്ടായിരുന്നു. ക്ലാസ് ടൈമിലായിരുന്നു കുറച്ച് ആളുകൾ വന്ന് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുകയും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ്. ആജ്ഞയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ PTA പ്രസിഡന്റ് ജോഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോഷി, ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്കൂള് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണം, എല്ലാവരും സ്കൂളിലെ യൂണിഫോം തന്നെ ധരിക്കണം എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 2 ദിവസത്തെ അവധി ഇന്ന് എക്സാം ഉണ്ടായിരുന്നതാണ് ഇന്ന് മുതൽ. അത് 2 ദിവസത്തേക്ക് നമ്മൾ എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെയുള്ള ഒരു അവസരം കൂടി നമ്മൾ 2 ദിവസം കൂടി കിട്ടുമല്ലോ. കുറച്ചൊന്ന് റിലാക്സ് ആവുകയും ചെയ്യും കുട്ടികളും, അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. ഈ ഒരു വിഷയത്തിൽ നിന്ന് അവർക്കൊന്ന് മാറുവാനും ഒരു ആശ്വാസം എന്ന നിലയിൽ ശക്തമായ നിയമം നമുക്ക് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിയമത്തിന്റെ പിൻബലത്തിൽ ഞങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് ഇവിടെ തുടർന്നും ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും. ഈ ജോഷി, താങ്കൾ PTA പ്രസിഡന്റ് ആണല്ലോ. ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്. ആ കുട്ടി ഇനി യൂണിഫോം ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു പ്രശ്നമില്ല. ഞങ്ങള് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ ഞങ്ങളുടെ നിലപാട് കുട്ടിയെ ഞങ്ങളിവിടെ പഠിപ്പിക്കും തന്നെയാണ്. മറിച്ചൊരു നിലപാട് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കുട്ടിയുടെ പിതാവ് സംസാരിക്കുമ്പോൾ, രാവിലെ അനസ് സംസാരിക്കുമ്പോൾ അനസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകളൊക്കെ താങ്കൾ കേട്ടതാണല്ലോ. അപ്പോ ഇനി എങ്ങനെയെങ്കിലും അനസിനോട് സംസാരിക്കാൻ സ്കൂള് മുൻകൈ എടുക്കുമോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടത്? നമ്മളിപ്പോഴും അനസ് എന്ന് പറയുന്ന രക്ഷാകർത്താവിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് PTA
എപ്പോഴും വിദ്യാർത്ഥികളുടെ കൂടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെയാണ്. അറിയാലോ, പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണല്ലോ. ആ PT എപ്പോഴും അവരുടെ കൂടെയാണ്. PTA എപ്പോഴും അവർക്ക് കാണാം. ഞങ്ങളുടെ നമ്പറുണ്ട്, അവർക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. പക്ഷെ ഈ എവിടെയും നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് PTയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിഷയമല്ല. അത് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് വയലേറ്റ് ചെയ്യാതെ അവർ ക്ലാസ്സിൽ വരിക, അത് അച്ചടക്കത്തോടുകൂടി പഠിക്കുക, ആ പഠിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ആക്ടിവിറ്റീസ് നടത്തുക. ശരി, എന്തായാലും ഇപ്പൊ ഒരു ആശ്വാസം ആണ് കോടതിയുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായിട്ടും പേരന്റ്സിനും അതേപോലെ റിലാക്സ് ആയി എന്ന് പറഞ്ഞ് പല പേരന്റ്സും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ ജോഷി. PTA പ്രസിഡന്റാണ് സംസാരിച്ചത്. ആജ്ഞ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രാവിലെ ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ്, അവിടെ ആ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരുടെ കുട്ടികളുടെയും ഒരു ഭയം ഒക്കെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അവിടെ. അതിനൊക്കെ ഒരു പരിഹാരം എന്ന വിധം ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കും. ശരിക്കും കോടതിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 നിയമം അനുസരിച്ചിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കോടതിയുടെ നിർദ്ദേശം എന്താണ് അതനുസരിക്കുക എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാം സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം ധരിക്കണമെന്ന് തന്നെയാണ്. അത് കോടതി 2018 ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആ സ്കൂളുമായി യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് TC വാങ്ങിച്ചു പോകുക എന്നുള്ളത്. ഇത് ശരിക്കും ഒരു സ്കൂളിൻ്റെ മുഴുവൻ ഡെക്കോറവും തകർക്കുന്ന തരത്തിലേക്ക് കുട്ടിയെ ഹിജാബിട്ട് സ്കൂളിൽ വിടുകയും കുട്ടിക്ക് അതായത് ഹിജാബ് സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് വെച്ച് ടീച്ചേഴ്സ് അഴിപ്പിച്ച ശേഷമാണ് സ്കൂളിലേക്ക് കയറ്റിയിരുന്നത്. അതായിരുന്നു പാരൻസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി. ഇത് മൗലികാവകാശമാണ് എന്നുള്ള തരത്തിലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സ്കൂള് എന്താണ് നിർദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്കൂളിലെ കുട്ടി എങ്ങനെയായിരിക്കണം, ഈ സ്കൂളിൽ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആക്ടിവിറ്റീസിനെ പറ്റി അല്ല ശരിക്കും പറയുന്നത്. ശരിക്കും അവരുടെ ഒരു അറ്റയർ ആവട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളിൻ്റെ ഒരു ഇടപെടലാകട്ടെ, അതല്ലെങ്കിൽ PTS രക്ഷകർത്താക്കൾ പാരൻസ് മീറ്റിങ്ങിലൊക്കെ കുട്ടികളുടെ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്കൂൾ ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിന് തീരുമാനിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിലും അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുമുണ്ട്. സ്കൂളിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഓരോ വിദ്യാർത്ഥിയും വന്നിട്ടുള്ളതും. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ സ്കൂളിലൊരു നിയമമുള്ളപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥിയുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് വീണ്ടും കോടതി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ജോസ് ക്രിസ്റ്റഫർ സേവ്യർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോസ്, ഇപ്പോൾ ഈ കൊച്ചിയിലെ ഈ സ്കൂളിലെ വിവാദം താങ്കൾ കണ്ടിട്ടുണ്ടാകും. ഹിജാബ് ധരിച്ചെത്തണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വരികയാണ്. പക്ഷെ അത് യൂണിഫോമിൽ പെടുന്നതല്ല, അല്ലെങ്കിൽ യൂണിഫോമിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ അധികൃതർ അത് തടയാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നത് സ്കൂളിൻ്റെ നിയമം എന്താണോ, യൂണിഫോം എന്താണോ അത് ധരിച്ച് തന്നെ കുട്ടികൾ വരണം, അങ്ങനെയാണ് വരേണ്ടത്. ഒപ്പം ഈ 2 ദിവസം അവധിയും കൊടുത്തിരുന്നു സ്കൂളുകാർ. കാരണം അവിടെ ഭീഷണിയുമായി കുറച്ച് ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ ഹിജാബ് ധരിച്ചാൽ എന്താണ്, കുട്ടിക്ക് സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ഇട്ടാൽ എന്താണത്, മൗലിക അവകാശമല്ലേ എന്ന രീതിയിലാണ് അവർ അവിടെ എത്തിയതും ഭീഷണിപ്പെടുത്തിയത്. സ്കൂൾ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിന് 2 ദിവസം അവധിയും പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നാളെ അവധി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, നാളെ മുതൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം, കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്, യൂണിഫോം എല്ലാവരും നിർബന്ധമായും ധരിക്കണം, അത് തന്നെയാണ് എന്നാണ് കോടതിയുടെ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഒരു സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് ആണ് കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് അൾട്ടിമേറ്റ് ആയിട്ട് അത് മാതാപിതാക്കളുടെ ആരാണോ കുട്ടിയുടെ സംരക്ഷകര് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ബാക്കി കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും തോന്നിയവാസങ്ങളും കളവുകളുമാണ്. ഇവര് പല സ്കൂളുകളിലും പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളതും ഇതുപോലെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള കുട്ടിയാണെന്നുള്ളതും പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ളതും പഠിക്കാൻ മോശമായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണെന്ന് കരുതുന്ന ഒരു സ്കൂളാണ് ആ പ്രദേശം. പിന്നോക്കപരമായ വിദ്യാഭ്യാസ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശത്തിനെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിൽ സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ കഴിഞ്ഞ
ദശാബ്ദമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുള്ള കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ആ അല്ല പ്രദേശവാസി എന്നുള്ള ശ്രീ ജോസ് ക്രിസ്റ്റഫർ, ഞാനൊന്ന് ഇടപെട്ട് താങ്കളോട് സംസാരിച്ചോട്ടെ. ആ കുട്ടിയുടെ കാര്യം നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം രാവിലെ PTA പ്രസിഡന്റ് അടക്കം അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികളെയല്ലേ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പൊ കുട്ടി ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണെന്നോ അല്ലെങ്കിൽ മുൻപ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമല്ലേ. നമുക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ കുട്ടി പഠിക്കാനായിട്ട് ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു രീതിയാണ് സ്കൂളുകാർ അവലംബിച്ചു വന്നിട്ടുള്ളത്. അപ്പോ ഇത് സ്കൂളിന് വെളിയിലുള്ള മറ്റുള്ള പലരുമാണ് ഈ വിഷയങ്ങൾ വഷളാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളതും എന്നുള്ളതും വാസ്തവമാണ്. അതെ, പറഞ്ഞോളൂ. അപ്പോ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് മാനേജ്മെന്റിന് സ്കൂൾ നടത്താനും അവിടുത്തെ അധ്യാപകർക്ക് അതേപോലെ അനധ്യാപകർക്ക് എല്ലാവർക്കും മനസ്സമാധാനമായി ഈ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാനും പഠിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ ഈ വിഷയം ഇപ്പം കുറച്ച് ആളുകൾ വന്നു, ബഹളം വെച്ചു, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വിഷയം വഷളാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന രീതിയിലൊക്കെ ആയിരുന്നു മറുവാദം. അത്തരത്തിൽ എന്ത് ദുഷ്പ്രചരണങ്ങൾ വേണമെങ്കിലും അവർക്ക് ചെയ്യാലോ. സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സ്കൂളിനെ ഇടിച്ചു താഴ്ത്തേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു സ്കൂളുകൾ അന്വേഷിച്ച് പോകാവുന്നതല്ലേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ജോസ് ക്രിസ്റ്റഫർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പല വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം അത് ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ്. അത് അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ ആണെങ്കിലും ആ പഠിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് ഇതുപോലെ വാർത്തയിൽ വരുന്നു. അത്തരത്തിൽ മാനസികമായി അവർക്ക് പല ബുദ്ധിമുട്ടുകളും മറ്റ് രക്ഷകർത്താക്കൾക്കും ഒക്കെ ഉണ്ടാകും അല്ലേ. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നിയമം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. തീർച്ചയായിട്ടും അശ്വതി, കാരണം അത് വയലേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ പാരൻസ് അതല്ലെങ്കിൽ കുട്ടിയുടെ ഈ ആവശ്യം ഉന്നയിച്ച് സ്കൂളിലേക്ക് വന്നവർ തന്നെയാണ് കോടതിയെ ലക്ഷ്യം കാണിച്ചത് എന്ന് വേണം പറയാൻ. കാരണം കൃത്യമായ ഒരു നിയമമുണ്ട്. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിൽ സ്കൂൾ പ്രവർത്തിക്കണം, ഏത് തരത്തിൽ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കണം. പ്രത്യേകിച്ചും ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അവർ മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിലേക്ക് ഇങ്ങനെ മതമോ വർഗീയതയോ അത്തരത്തിലുള്ള ബോർഡർ ലൈനുകളൊക്കെ ഇമ്പോസ് ചെയ്ത് വിടുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ദുഷ്കരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കുട്ടികൾ കടന്നു പോകുക. പക്ഷേ ഈ കുട്ടി പഠിക്കാൻ മോശമാണ്, ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമുള്ള കുട്ടികൾ അത്യാവശ്യം സമൂഹ കാര്യങ്ങളെ പറ്റിയൊക്കെ ബോധമുള്ള കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു കുഞ്ഞു മനസ്സിലേക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ഒരു കുഞ്ഞു മനസ്സിലേക്ക് തനിക്ക് ഇത്തരത്തിലുള്ള ബോർഡറുകളുണ്ട്, തനിക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, താൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അത്തരത്തിലുള്ള ബോധം ഒരു വിഷം കുത്തിവെക്കുന്നത്. തീർച്ചയായിട്ടും ആജ്ഞ അത് തന്നെയാണ്. രക്ഷിതാക്കളും അധ്യാപകരും തന്നെയാണ് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. എന്തായാലും കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്.